കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി ബുധനാഴ്ച. അന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ വിവാഹ വിശേഷങ്ങളാണ് തോറ്റം പാട്ടായി പാടുന്നത്. ഈ പാട്ടിന് മാലപ്പുറം പാട്ട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് മഹാദേവിയുടെയും കോവലൻ്റെയും വിവാഹം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ദേവിയുടെ വിവാഹ വിശേഷങ്ങളാണ്, അതായത് വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരം, ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലാണ് കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്നത്. കാവേരി പൂമ്പട്ടണം എന്ന നഗരം, ആ നഗരത്തിലെ ധനികനായ വ്യാപാരിയുടെ മകളാണ് കണ്ണകി. 12 വയസ്സാണ് കണ്ണകിയുടെ പ്രായം. വളരെ ധനികനാണ് അച്ഛൻ. ആ നഗരത്തിലെ തന്നെ മറ്റൊരു ധനികനാണ് കോവലൻ, വ്യാപാരിയാണ്, വ്യാപാര കുടുംബമാണ്. കോവലനുമായി അച്ഛൻ വിവാഹം ആലോചിക്കുന്നു, ഉറപ്പിക്കുന്നു. 2 പേർക്കും പരസ്പരം ഇഷ്ടപ്പെടുന്നു. അതിസുന്ദരിയാണ് കണ്ണകി. കണ്ണകി വളരെ ധനികയായിരുന്നതിനാൽ തന്നെ വളരെ മംഗളകരമായി, വളരെ വിപുലമായ ആഘോഷത്തോടുകൂടി ആർഭാടമായിട്ട് തന്നെയാണ് അച്ഛൻ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ മുന്നോടിയായിട്ട് ധാരാളം ആടയാഭരണങ്ങളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട്. വിശേഷപ്പെട്ട ധാരാളം ആഭരണങ്ങളും വസ്ത്രങ്ങളും സുന്ദരിയായ കണ്ണകിക്ക് അച്ഛൻ മേടിച്ചു കൊടുത്തു. വളരെ വിപുലമായ ചടങ്ങുകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. ധാരാളം അതിഥികളൊക്കെ ആ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വളരെ വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പറഞ്ഞത്. ഈ 2 ദിവസങ്ങളിലായിട്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലും ഈ കഥയാണ് പാടുന്നത്. തിരുവുത്സവം 3, 2026 ഫെബ്രുവരി മാസം 25-ാം തീയതി. അന്ന് ഭഗവതിയുടെ തിരുക്കല്യാണമാണ്. കണ്ണകി ദേവിയും കോവലനുമായിട്ടുള്ള വിവാഹം. കഴിഞ്ഞ 2 ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ദേവിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും ഭഗവതിയുടെ വിവാഹത്തിന് മനസ്സുകൊണ്ട് പങ്കെടുക്കണം. അതിസുന്ദരിയായി ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, വിശേഷപ്പെട്ട ചിലമ്പും ധരിച്ചുകൊണ്ട്, അച്ഛൻ മകൾക്ക് സമ്മാനിച്ച അതിവിശേഷപ്പെട്ട ആ ചിലമ്പുകളും ധരിച്ചുകൊണ്ട്, മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതിസുന്ദരിയായി കണ്ണകീദേവി ഒരുങ്ങി ഇറങ്ങുകയാണ് വിവാഹത്തിനായി. നിങ്ങൾ ആ വിവാഹത്തിന് പങ്കെടുത്തിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. നിങ്ങൾ കണ്ണകീദേവിയുടെ തോഴിയായി ദേവിയെ ആനയിച്ചുകൊണ്ട് ആ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുന്നതായി നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുക. എത്ര മനോഹരിയാണ് ഭഗവതി എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് ഭഗവതിയുടെ ആ വിവാഹ മണ്ഡപം അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അണിഞ്ഞൊരുങ്ങി മനോഹരിയായി ഭഗവതിയെ നിങ്ങൾ ആ വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നതായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിസുന്ദരനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കോവലനെ നിങ്ങൾ മനസ്സിൽ കാണുക. വാദ്യമേളങ്ങൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാരികൾ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി, എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി ഇതാ
കണ്ണകി ദേവിയെ കോവലൻ വിവാഹം കഴിക്കുന്നു. അഗ്നിസാക്ഷിയായി തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യുന്നു. വാദ്യമേളങ്ങളും കുരവകളും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു രൂപം, ആ ഒരു ചിത്രം, ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദേവിയുടെ സന്തോഷം, മാതാപിതാക്കളുടെ സന്തോഷം, കൂട്ടുകാരികളുടെ സന്തോഷം, ബന്ധുജനങ്ങളുടെയും നാട്ടുകാരുടെയും സന്തോഷം, കോവലൻ്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷം, കണ്ണകി ദേവിയുടെ മുഖത്ത് കാണുന്ന ആ നാണം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എല്ലാവരും ദേവിയെയും കണ്ണകിയെയും കോവലനെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ആശീർവാദം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വിവാഹം ഭംഗിയായി കലാശിക്കുന്നു. അതിനുശേഷം ദേവിയെ, കണ്ണകി ദേവിയെ കോവലൻ്റെ വീട്ടിലേക്ക് യാത്രയാക്കുന്നു. അതിമനോഹരമായ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതമാണ് പിന്നീട് അവർക്കങ്ങോട്ട് ഉണ്ടാകുന്നത്. ഈ വിവാഹ വിശേഷങ്ങൾ തോറ്റംപാട്ടായി ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ 3-ാമത്തെ ദിവസം പാടാറുണ്ട്. ഇതിനെ മാലപ്പുറം പാട്ട് എന്നുകൂടി അറിയപ്പെടുന്നു. അങ്ങനെ മനോഹരമായ സന്തോഷകരമായ കുടുംബജീവിതം കോവലനും കണ്ണകിയും നയിക്കുന്നു. ആർക്കും അസൂയ തോന്നുന്ന വിധത്തിലുള്ള ജീവിതമായിരുന്നു കണ്ണകിയും കോവലനും നയിച്ചിരുന്നത്. പതിവ്രതയായ സ്ത്രീരത്നമായി ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട്, ഭർത്തൃവീട്ടുകാരെ ശുശ്രൂഷിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, എല്ലാവർക്കും കണ്ണിലുണ്ണിയായി, എല്ലാവരിലും പ്രിയങ്കരിയായി കണ്ണകി കോവലൻ്റെ കൂടെ ജീവിക്കുന്നു. എല്ലാ മനുഷ്യരും അസൂയപ്പെടുന്നു. നാട്ടുകാരെല്ലാവരും പറയുന്നു കണ്ണകി ഭാഗ്യവതിയാണ് എന്ന്. കോവലൻ ഭാഗ്യവാനാണ് എന്ന് അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. നല്ല വാക്കുകൾ കേട്ട് ആനന്ദത്തോടു കൂടി അങ്ങനെ കണ്ണകിയും ഭർത്താവായ കോവലനും ആ നഗരത്തിൽ ജീവിക്കുകയാണ്. ഈ ഭാഗമാണ്, ഈ സന്തോഷകരമായ ഭാഗമാണ് 3-ാമത്തെ തിരുവുത്സവ ദിവസം ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ മാലപ്പുറം പാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന തോറ്റം പാട്ട് ഈ ഭാഗം പാടുന്നത്. അതുകൊണ്ട് തന്നെ 3-ാമത്തെ ദിവസം നിങ്ങളുടെ മനസ്സിൽ ഭഗവതിയുടെയും കോവലൻ്റെയും വിവാഹ ദിവസമാണ്. ഇന്ന് നിങ്ങൾ ആ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ദേവിയെ കോവലൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയാക്കിയിരിക്കുന്നു. അവിടെ കണ്ണകിയും കോവലനും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന ഒരു ചിന്ത ഒരു കൂട്ടുകാരി എന്ന നിലയിലോ, അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന നിലയിലോ, ഒരു അമ്മ എന്ന നിലയിലോ ഒക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഒരാശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ആ നിലയിൽ വേണം 3-ാമത്തെ ദിവസം കഴിച്ചു കൂട്ടേണ്ടത്. ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആശ്വാസത്തിൽ, തൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ വിവാഹം നടത്തിയിരിക്കുന്നു, ആ ഒരു ആശ്വാസത്തിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവതിയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട്. ഇങ്ങനെ ദേവിയുടെ കൂടെ സഞ്ചരിച്ച് പൊങ്കാല ഇട്ടാൽ അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു അനുഭൂതി, ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും. നമ്മൾ ആ പൊങ്കാല ഇടുന്നതിൻ്റെ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്, അതിൻ്റെ ഒരു തൃപ്തി നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഓരോ ദിവസവുമായിട്ട് ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ആ ഒരു മാനസികമായ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുന്നതിനായിട്ട് സാധിക്കും. ഭഗവതിയുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും.
അതിനുശേഷം നിങ്ങൾ പൊങ്കാല ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു തൃപ്തി ഉണ്ടാകും. പൊങ്കാല ഇടുന്നവരും അല്ലാത്തവരും ഈ ഒരു ദേവിയുടെ യാത്രയിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കി തരും. ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസം ഏത് നാമം ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കണമെന്ന് നോക്കാം. എല്ലാ ദിവസവും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്നുള്ള ആ നാമം 7 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അതിനുശേഷം ദേവീ പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതർജഗതോ അഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ഈ നാമം 108 തവണ ജപിക്കണം. വളരെ വളരെ ശ്രേഷ്ഠമായ നാമമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞു തരുന്ന നാമങ്ങൾ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത ഏത് സമയത്തും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങളുടെ നിത്യ നാമജപത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. അത്ര ശ്രേഷ്ഠമായ നാമങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ നാമം മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ദുർഗാ സപ്തശ്ലോകി കൂടി ജപിച്ചു കഴിഞ്ഞാൽ വിശേഷമായി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവതി നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നാമം എടുത്തുകൊള്ളുക. അതിനുശേഷം ഈ നാമം കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി ഉറയ്ക്കും. പൊങ്കാല ഇടുന്നവരും ഇടാത്തവരും എല്ലാവരും തന്നെ ഈ നാമം ആറ്റുകാൽ ദേവീക്ഷേത്രം തിരുവുത്സവം 3-ാം ദിവസം 2026 ഫെബ്രുവരി 25-ാം തീയതി ബുധനാഴ്ച ജപിക്കണം. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.